ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ഉറപ്പ് നൽകി. കന്യാസ്ത്രീകൾ കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകിയേക്കും. കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജാമ്യത്തിന് കേന്ദ്രവും ഛത്തീസ്ഗഡ് സർക്കാരും നടപടി സ്വീകരിക്കുമെന്ന് എംപിമാരോട് അമിത്ഷാ. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, നൺസ് ആർ ഇന്നസെന്റ്. അവർ നിരപരാധികളാണ്. ആ നിരപരാധികളായവരെ പീഡിപ്പിക്കുന്നു, അവരെ ഹരാസ് ചെയ്യാൻ പാടില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് സംബന്ധിച്ച് അദ്ദേഹം ഇടപെടാമെന്ന് പറയുകയും കന്യാസ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചു. UDF, LDF എംപിമാർ വെവ്വേറെയാണ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അറസ്റ്റിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആവർത്തിച്ച് ന്യായീകരിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ ഉറപ്പ്. കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷമായി നാളെ കോടതിയെ സമീപിച്ചേക്കും. CBCIയുടെ വിമൻ കൗൺസിൽ സെക്രട്ടറി ആശാ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ദുർഗിലെ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24.